പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണം നേരിട്ട പ്രവിഷ്യയുടെ മാതാവ്. ആസിഡ് ആക്രമണം നടത്തിയ പ്രവിഷ്യയുടെ മുൻ ഭർത്താവ് പ്രശാന്തിനെതിരെ ബാലുശ്ശേരി പോലീസിൽ 8 തവണ പരാതി നൽകിയിട്ടും പ്രശാന്തിനെ ഉപദേശിക്കുക മാത്രമായിരുന്നു പോലീസ് എന്നാണ് ആരോപണം. മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ പ്രശാന്ത് ശ്രമിച്ചെന്നും പ്രവിഷ്യയുടെ ചിത്രം മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അയച്ചു നൽകിയെന്നും മാതാവ് സ്മിത പറയുന്നു. മകനെ പെട്രോൾ ഒഴിച്ച് തീയിട്ടിനു, മൂത്ത മകന പെട്രോൾ ഒഴിച്ച് തീയിട്ടിനു. വാർപ്പിൻ്റെ എയർ വേസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോളെ. വേറൊരു നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം കാണണമെങ്കിൽ എൻ്റെ ഫോണൊന്ന് ഓണാക്കിയാൽ കാണാം. അപ്പോളൊന്ന് ഫോൺ ഓണാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഓളെ ഫോണിലുണ്ട് ആ ഫോട്ടോ ഒക്കെ. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികൾ ഒരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ. ഞാളിങ്ങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കൂ. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. വാണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം അല്ലെ ഒരു 3 പ്രാവശ്യമൊക്കെ അല്ലേ വാണിംഗ്. ഇത് 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിംഗ് വിട്ട് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ ഒരുമ. രാഹുൽ, കോഴിക്കോട് തന്നെ ആ ഷിബിലേക്കുന്ന യാസറിന്റെ കാര്യത്തിൽ യാസറിനെതിരെ പരാതി കൊടുക്കുകയും ഇത് സമാനമായ രീതിയിൽ പറഞ്ഞു വിടുകയും അതോടൊപ്പം കൊലപാതകത്തിലേക്ക് പോയ കാര്യവും ഒക്കെ നമ്മൾ കേട്ടിട്ട് അധിക ദിവസമായില്ല. ഇതും ഏതാണ്ട് സമാനമായ സംഭവമാണ് രാഹുൽ. ഇവിടെ മരണമുണ്ടായില്ല എന്നതേ ഉള്ളൂ ഭാഗ്യത്തിന്. അതെ ഹാഷ്മി, ഇവിടെയും വില്ലൻ ലഹരി തന്നെയാണ്. പ്രവിശ്യയുടെയും പ്രശാന്തിൻ്റെയും വിവാഹം നടക്കുന്നത് 13 വർഷം മുമ്പാണ്. വിവാഹത്തിന് ശേഷമാണ് പ്രശാന്ത് ലഹരിക്ക് അടിമയാണെന്ന കാര്യം കുടുംബം തിരിച്ചറിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 വർഷം മുമ്പ് ഇവരുടെ മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ഈ പ്രശാന്ത് ശ്രമം നടത്തി എന്നാണ് പറയുന്നത്. മാതാവായിട്ടുള്ള സ്മിതയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അന്ന് പെട്രോൾ ഈ മൂത്ത മകൻ്റെ മേത്ത് ഒഴിക്കുന്നു. തൊട്ടടുത്തുള്ള ഒരാൾ വന്ന് ഈ ലാമ്പ് തട്ടിത്തെറിപ്പിച്ചതുകൊണ്ടാണ് വലിയൊരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് കുടുംബം ബാലുശ്ശേരി പോലീസിൽ 8 തവണ പരാതി നൽകിയിരുന്നു. അപ്പോഴെല്ലാം ഈ പ്രശാന്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഉപദേശിച്ച് വിടുക മാത്രമാണ് ചെയ്തത്. പരാതി നൽകി ഈ കുടുംബം പുറത്തേക്ക് ഇറങ്ങുന്ന ഒപ്പം തന്നെ പ്രശാന്തിനെയും പോലീസ് പറഞ്ഞയച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ പ്രശാന്തിന്റെ ജീവിതത്തിലേക്ക് പ്രവിശ്യ തിരികെ വരണം എന്നതായിരുന്നു പ്രതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം നിരസിച്ചതാണ് ഇത്തരത്തിൽ തുടരെയുള്ള ആക്രമണങ്ങൾക്ക് കാരണമായതെന്ന് കുടുംബം പറയുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം ആസിഡ് ഒഴിക്കുന്നത് ഇന്നലെയാണ്. 2 ദിവസം മുമ്പേയും പ്രവിശ്യയുടെ പുറകെ ഈ പ്രതി എത്തിയിരുന്നു. അന്ന് ആക്രമണം ഉണ്ടാകാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്നതിനിടെ വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിയിൽ ഈ ആസിഡുമായി പ്രതി അടുത്തേക്ക് എത്തുന്നു. അതിനുശേഷം പ്രവിശ്യയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് പ്രവിശ്യ. പക്ഷേ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് പ്രവിശ്യയുള്ളത്. എന്താണെങ്കിലും പോലീസിൻ്റെ വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. അപ്പോഴും മറ്റ് മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാത്തത് ഭാഗ്യമാണെന്ന കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഹാഷ്മി. ഓക്കെ, രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.